ശിവയെ സമാധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയല്ല ദേവി പാർവതിയുടെ ഉദ്ദേശം. അവർ കേവലം നമ്മുടെ പുത്രനുമേൽ അധികാരമുണ്ടെന്ന് കാണിക്കുകയാണ്. അവനെ നമ്മിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് നാം ഒരിക്കലും സംഭവിക്കാൻ അനുവദിക്കില്ല. നീ നമ്മുടെ പുത്രിയുടെ മേൽ അടിസ്ഥാനമില്ലാത്ത കുറ്റങ്ങളാണ് ചുമത്തുന്നത്. പാർവതിക്ക് നിന്റെ പുത്രനെ തട്ടിയെടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവൾ അത് എപ്പോഴേ ചെയ്യുമായിരുന്നു. പാർവതി ശക്തിഹീനയല്ലെന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. അവളുടെ അനേക രൂപങ്ങളിൽ ഒന്നു മാത്രമാണ് ആദിശക്തി. ദേവി പാർവതി ആദിശക്തിയാണെങ്കിൽ നമ്മിലും തപശക്തിയുണ്ട്. ഏത് തപസിന്റെ ശക്തിയാലാണോ നാം ത്രിദേവന്മാരെ സന്താന രൂപത്തിൽ പ്രാപ്തമാക്കിയത്, അതേ തപശക്തിയാൽ നമുക്ക് നമ്മുടെ പുത്രൻ ശിവയെ സമാധിയിൽ നിന്നും ഉണർത്തുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പുത്രന്റെ അടുത്ത് പോകുന്നതിൽ നിന്നും ഒരു കാരണവും പറഞ്ഞ് തടയുവാൻ ആർക്കും സാധിക്കുന്നതല്ല. നീ അവിവേകമാണ് ചിന്തിക്കുന്നത് സഖി. നീ മാതാവാണല്ലോ. നീ നിന്റെ പുത്രിയോടൊപ്പമേ നിൽക്കൂ. നാം നമ്മുടെ പുത്രിയോടൊപ്പം നിൽക്കുന്നതല്ല സഖി, സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും നന്മയ്ക്കൊപ്പം നിൽക്കുകയാണ്. സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും നന്മയ്ക്കായി ശിവൻ എത്രയും വേഗം സമാധിയിൽ നിന്ന് പുറത്തു വരേണ്ടതാണ്. ഈ സമയം അവകാശം പ്രദർശിപ്പിക്കാനുള്ളതല്ല. നീ ഏതു മാതൃസ്നേഹത്താലാണോ ബന്ധനത്തിലായിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരൂ, അല്ലെങ്കിൽ പശ്ചാത്തപിക്കും. ഏത് ശിവനാണോ നിന്റെ മാതൃത്വത്തിന്റെ ബന്ധനത്താൽ നിന്റെ പുത്രനായിരിക്കുന്നത്, ഒരു ദിവസം അതേ ശിവൻ നിന്റെ ബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി അകലുന്നതാണ്. ഇത് നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയില്ല മഹാദേവ, നാം ഈ തിരഞ്ഞെടുക്കുന്ന പാതയിലൂടെ എന്താണ് പ്രാപ്തമാവുക എന്ന്. വിജയമാണോ പരാജയമാണോ അങ്ങേ ഈ സമാധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിൽ സഫലതയോ വിഫലതയോ? ശിവായ ഓം നമഃ ശിവായ. പാർവതിക്ക് നിന്റെ പുത്രനെ തട്ടിയെടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവൾ അത് എപ്പോഴേ ചെയ്യുമായിരുന്നു. പാർവതി ശക്തിഹീനയല്ലെന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. ഏത് ശിവനാണോ നിന്റെ മാതൃത്വത്തിന്റെ ബന്ധനത്താൽ നിന്റെ പുത്രനായിരിക്കുന്നത്, ഒരു ദിവസം അതേ ശിവൻ നിന്റെ ബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി അകലുന്നതാണ്. മാതേ, മൂഢ, വിശക്കുന്നുണ്ടോ? നീ ദേവനെ നാരായണനെ വിളിച്ചോളൂ, നാം ഭക്ഷണം വിളമ്പിത്തരാം.
നമുക്ക് വിശക്കുന്നില്ല മാതേ. വിശക്കുന്നില്ലെന്നോ? നിനക്ക് എപ്പോഴും വിശപ്പുണ്ടാകാറുണ്ടല്ലോ. ഇന്നെന്താ വിശപ്പില്ലാത്തത്? മാതേ, നമ്മുടെ മിത്രം ധ്യാനത്തിൽ നിന്ന് ഉണരുന്നതുവരെ നാം ഭക്ഷണം കഴിക്കുകയില്ല. മാതേ, നാം അവിടത്തോട് അനുവാദം വാങ്ങാൻ വന്നതാണ്. എന്തിനുള്ള അനുവാദം? നാം കഥ കേൾക്കാൻ പൊയ്ക്കോട്ടെ. മിത്രം ശിവനെ സമാധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സമീപവാസി മിത്രം കഥകൾ പറയുന്നുണ്ട്. നാം അവിടെയുണ്ടെങ്കിൽ നമ്മുടെ മിത്രം സമാധിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് മാതാവിനെ എത്രയും വേഗം അറിയിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിനക്ക് നിന്റെ മിത്രത്തെ എങ്ങനെയാണ് പിരിയാനാവുക? പോകൂ, നിന്റെ മിത്രത്തിന്റെ സമീപത്തേക്ക് പോകൂ. നാം അനുവാദം തന്നിരിക്കുന്നു. അയൽവാസി മിത്രമേ, അവിടുന്ന് എന്തിനാണ് കഥ പറയുന്നത്? നിന്റെ മിത്രം ശിവനെ സമാധിയിൽ നിന്ന് ഉണർത്തുന്നതിനു വേണ്ടി. നമ്മുടെ മിത്രം ശിവ അവിടുത്തെ കഥ കേട്ടാൽ സമാധിയിൽ നിന്നും പുറത്തു വരുമോ? അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ്? അതെങ്ങനെയെന്നാൽ കയറുകൊണ്ട് കെട്ടിയ ഒരു പാത്രത്തെ കയറിന്റെ തന്നെ സഹായത്തോടെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് കഥ ആരംഭിച്ചാലും. ഇരിക്കൂ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ സൃഷ്ടികർത്താവിന്റെ ആദ്യത്തെ പ്രേമകഥ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ പുരുഷൻ, അനാദിയായ അനശ്വരനായ ശിവന്റെയും അദ്ദേഹത്തിന്റെ പത്നിയായ ശക്തിയുടെയും പ്രേമകഥ. ഇവർ രണ്ടുപേരും പുരുഷന്റെയും പ്രകൃതിയുടെയും രൂപത്തിൽ ജന്മമെടുത്തു. ഇവർ പലപ്പോഴും കണ്ടുമുട്ടുകയും സൃഷ്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുന്നതിനായി പലപ്പോഴും പിരിയുകയും ചെയ്തു. പക്ഷെ പ്രപഞ്ചത്തിൽ മനുഷ്യരൂപത്തിൽ ശിവനും പ്രകൃതി രൂപത്തിൽ ശക്തിയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അയൽവാസി മിത്രമേ, ഈ പ്രേമകഥയിൽ നായകനും നായികയും ആരംഭത്തിൽ തന്നെ പിരിഞ്ഞുവല്ലോ. പിന്നെ ഇവർ എപ്പോഴാണ് ഒരുമിച്ചത്? ഒരുമിക്കുന്നതും പിരിയുന്നതും ഇവരുടെ രീതിയാണ്. പക്ഷേ ഈ കഥ ശിവൻ വിരക്ത രൂപത്തിൽ ധ്യാനത്തിൽ മുഴുകിയ കാലഘട്ടത്തിലെ കഥയാണ്. ആർക്കും തന്നെ അറിവില്ലായിരുന്നു ശിവൻ ഏത് രൂപത്തിലാണെന്നോ, എങ്ങോട്ടാണ് പോയതെന്നോ, എപ്പോൾ കണ്ടെത്തുമെന്നോ, എങ്ങനെ കണ്ടെത്തുമെന്നോ. പിന്നെന്തുണ്ടായി മിത്രമേ? ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ അദ്ദേഹത്തെ തിരയാൻ ആരും ഉണ്ടായിരുന്നില്ലേ? ഒരു ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. ആദിശക്തി.
ആദിശക്തിക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തെ വീണ്ടും പ്രപഞ്ചത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പ്രപഞ്ചവുമായി ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആദിശക്തി വന്നുവോ? അതെ, ബ്രഹ്മദേവൻ തന്റെ പുത്രനായ പ്രജാപതി ദക്ഷന് ഉത്തരവ് നൽകി. പിതാശ്രീ, ഏകാന്തത പ്രണാമം പിതാശ്രീ. യശസ്വീ ഭവപുത്ര പ്രജാപതി ദക്ഷ. അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട കാരണമുണ്ടോ? അതേ പുത്ര, വിശേഷമുണ്ട്. കാരണം എന്താണെന്ന് വ്യക്തമാക്കിയാലും പിതാശ്രീ. സമസ്ത പ്രപഞ്ചവും അസന്തുലിതമായിരിക്കുകയാണ്. അതിന്റെ സന്തുലനം ശരിയാക്കുന്നതിനായി ആദിശക്തി ജന്മമെടുക്കേണ്ടത് അനിവാര്യമാണ്. ആദിശക്തി? ക്ഷമിച്ചാലും പിതാശ്രീ, ഈ ഉത്തരവാദിത്വത്തിന് നമ്മെ എന്തിനു തിരഞ്ഞെടുത്തു? കാരണം ആദിശക്തിയുടെ പിതാവായതിനു ശേഷം നീ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാനായ ശക്തിശാലിയായ പ്രജാപതിയായി മാറുന്നതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാനായ ശക്തിശാലി. ഇതാണ് നമ്മുടെ ആഗ്രഹം പുത്ര. നീ തപസ് അനുഷ്ഠിക്കും. തപസ്സിലൂടെ ആദിശക്തിയെ പ്രസന്നയാക്കി ദേവിയെ നിന്റെ പുത്രിയുടെ രൂപത്തിൽ പ്രാപ്തമാക്കുന്നതിനുള്ള വരദാനം ആവശ്യപ്പെടും. നമുക്കറിയാം, അവിടത്തേക്ക് നാം ത്രിദേവന്മാരിൽ മൂന്നാമനായ ആ മഹാദേവന്റെ മഹത്വത്തെ അംഗീകരിക്കണമെന്നാണ്. ശിവൻ അങ്ങയുടെ 5ാമത്തെ ശിരസ് വെട്ടിമാറ്റിയിരുന്നു. നാം അവന്റെ അസ്തിത്വം ഇല്ലാതാക്കുന്നതാണ്. ആദിശക്തിയെ പുത്രീ രൂപത്തിൽ പ്രാപ്തമാക്കി അവളെ നാം പ്രതികാരത്തിനുള്ള ആയുധമാക്കുന്നതാണ്. പുത്ര ദക്ഷ, എന്താണ് ചിന്തിക്കുന്നത്? അവിടുത്തെ ആഗ്രഹം നമുക്ക് ആജ്ഞയാണ് പിതാശ്രീ. നാം ആദിശക്തിയിൽ നിന്നും ഈ വരദാനം തീർച്ചയായും പ്രാപ്തമാക്കും. തീർച്ചയായും. അങ്ങനെ പ്രജാപതി ദക്ഷൻ തന്റെ പിതാവ് ബ്രഹ്മദേവന്റെ ആജ്ഞ പാലിക്കുന്നതിനായി ആദിശക്തിയെ തന്റെ പുത്രീ രൂപത്തിൽ പ്രാപ്തമാക്കുന്നതിനായി ഘോരമായ തപസ്സിലേർപ്പെട്ടു. ആദിശക്തി അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രസന്നയായി അദ്ദേഹത്തിന്റെ പുത്രിയായി ജന്മമെടുത്തു. അവളുടെ നാമമായിരുന്നു സതി. സതി പ്രജാപതി ദക്ഷന്റെ ഏറ്റവും ഇളയ പുത്രിയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവളും. പ്രജാപതി ദക്ഷന് അറിവുണ്ടായിരുന്നു ആദിശക്തിയുടെ പരമമായ ശക്തിയെക്കുറിച്ച്. അതിനാൽ അദ്ദേഹം
അവളിൽ സർവ്വഗുണങ്ങളും വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒപ്പം യുദ്ധതന്ത്രങ്ങളും പഠിപ്പിച്ചിരുന്നു. അനന്തരഫലമായി സതി വേദശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെ യുദ്ധതന്ത്രങ്ങളിലും പ്രാവീണ്യം നേടി. പിന്നോട്ട് വരൂ. ചുറ്റിലും തീയാണ്. ഒരു തിരികെ പോകാം. ഒരു ഭാഗത്ത് അഗ്നി, മറുഭാഗത്ത് നാഗം. ഈ അപകടത്തിൽ നിന്ന് നമ്മെ ആരാണ് രക്ഷിക്കുക? സതി! സതി പ്രജാപതി ദക്ഷന്റെ ഏറ്റവും ഇളയ പുത്രിയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. പ്രജാപതി ദക്ഷൻ അറിവുണ്ടായിരുന്നു ആദിശക്തിയുടെ പരമമായ ശക്തിയെക്കുറിച്ച്. അതിനാൽ അദ്ദേഹം അവളിൽ സർവ്വഗുണങ്ങളും വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കുമൊപ്പം യുദ്ധതന്ത്രങ്ങളും പഠിപ്പിച്ചിരുന്നു. അനന്തരഫലമായി സതി വേദശാസ്ത്രങ്ങൾക്കൊപ്പത്തിനൊപ്പം യുദ്ധതന്ത്രങ്ങളിലും പ്രാവീണ്യം നേടി. സതി, അതിന്റെ അടുത്ത് പോകരുത്. നമുക്കറിയാമായിരുന്നു ഈ സാഹസികമായ കാര്യം നമ്മുടെ ഇളയ സഹോദരി സതിക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ആ നാഗം നിന്നെ ദംശിച്ചില്ലല്ലോ. എന്തിനു ദംശിക്കണം? ദംശിക്കുക എന്നത് അവയുടെ സ്വഭാവമാണല്ലോ സതി. അല്ല ദേവി, പ്രകൃതിയിലുള്ള സർവ്വജീവജാലങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം സ്നേഹമാണ്. നമ്മൾ മനുഷ്യരാണ് സ്നേഹത്തെ മനസ്സിലാക്കാത്തത്. അവർക്ക് മറ്റു വഴികളില്ലാതെ സ്വന്തം സുരക്ഷയ്ക്കായി നമ്മെ ആക്രമിക്കേണ്ടി വരുന്നു. ജ്യേഷ്ഠത്തി, പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും നമ്മുടെ മിത്രങ്ങളാണ്, നമ്മുടെ സഹയോഗികൾ. സ്നേഹം നൽകിയാൽ സ്നേഹം തന്നെ തിരികെ ലഭിക്കും. അല്ലെങ്കിൽ ഓ,
സതി, നീയും നിന്റെ വലിയ വലിയ കാര്യങ്ങളും. അല്ല സതി, നാം നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. പിതാശ്രീ ഇന്ന് നിന്നെ വിശേഷിച്ച് രാജ്യസഭയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പിതാശ്രീ വിളിച്ചു എന്നോ? എങ്കിൽ നാം പോകുന്നു. സതിയുടെ സാന്നിധ്യം അറിയാതെ അതേ സമയത്ത് പൂർണ്ണമായും വിജനമായ ഒരിടത്ത് ശാശ്വതമായ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജനനത്തിനും മരണത്തിനും മേലെ, ലോകത്തിൽ നിന്നും പരലോകത്തിൽ നിന്നും അകന്ന് ആദിയോഗിയായ ശിവശങ്കരൻ.